ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഭട്ടതിരിയുടെ അരികിലെത്തി ഗംഗ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഭട്ടതിരി ഗംഗയോട് പറഞ്ഞു, കുട്ടി, എന്തായാലും നിന്റെ ഉദ്ദേശം നല്ലതാണ്. അതുകൊണ്ട് ഈശ്വരൻ നിന്റെ കൂടെ ഉണ്ടാകും. ഒരു കാര്യം ഉറപ്പായി ഓർത്തോളൂ, കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്. അത് കേട്ട ഗംഗ അന്ന് ഗൗരി തന്നോട് പറഞ്ഞ കഥകളെല്ലാം ഓർത്തെടുത്തു. ഗൗരിക്കുണ്ടായ ആ അപകടത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് ഗംഗ വിഷമത്തോടിരുന്നു. പിന്നീട് ഭട്ടതിരി ഗംഗയും കൂട്ടി ആ സർപ്പക്കാവിലേക്ക് പുറപ്പെട്ടു. വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗയും കൂട്ടി സർപ്പക്കാവിലേക്ക് ഭട്ടതിരി എത്തി. അവിടെ സർപ്പക്കാവിൽ ആരും ഒരു കാരണവശാലും ഗൗരിയുടെ ഡയറിയും ആ മൊബൈൽ ഫോണും തട്ടിക്കൊണ്ടു പോകാതിരിക്കുവാനായി സർപ്പങ്ങൾ കാവലിരിക്കുന്ന ആ സർപ്പക്കാവിനുള്ളിൽ ഒരു ചെറിയൊരു അറ ഉണ്ടായിരുന്നു. ആ അറയ്ക്കുള്ളിലേക്ക് തിരുമേനി തന്നെ ഗൗരിയുടെ ആ ഡയറിയും മൊബൈൽ ഫോണും ഗംഗയുടെ കയ്യിൽ നിന്ന് വാങ്ങി ആ അറയ്ക്കുള്ളിലേക്ക് എടുത്തു വെച്ചു. അതിനുശേഷം പ്രാർത്ഥനയോടെ മന്ത്രം ജപിച്ചുകൊണ്ട് അദ്ദേഹം ആ കവാടം അടയ്ക്കുമ്പോൾ ആ ഡയറിയുടെയും ആ മൊബൈൽ ഫോണിനും കാവലായി അവിടേക്ക് ഒരു സർപ്പം വന്നെത്തി. അങ്ങനെ ആ കുഞ്ഞു സർപ്പം അതിന് കാവലായി, ആ ഡയറിക്കും ആ മൊബൈലിനും കാവലായി അതിന് മുകളിൽ തന്നെ ഇരിക്കുന്നു. ഈ സമയത്ത് ആ കവാടം അടച്ചിട്ട് തിരുമേനി ഗംഗയോട് പറഞ്ഞു, ഇനി ഈ സർപ്പക്കാവിൽ വന്ന് മറ്റൊരാളും ഈ ഡയറിയോ മൊബൈൽ ഫോണോ എടുക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് ഇനി അവകാശി മാത്രമേ ഇതെടുക്കാൻ കഴിയൂ, അല്ലാതെ മറ്റൊരാൾക്കും ഇതെടുക്കാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ ഈ സർപ്പം അവർക്ക് അതിന് വേണ്ട ശിക്ഷ നൽകിയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം പ്രാർത്ഥനയോടെ അദ്ദേഹം എഴുന്നേറ്റതിന് ശേഷം തന്റെ കയ്യിലിരുന്ന ഒരു ചരടെടുത്ത് അദ്ദേഹം മന്ത്രം ജപിച്ച് അത് ആ ചരട് ഗംഗയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഇനി ഇവിടെ വന്ന് ഈ ഡയറിയും മൊബൈൽ ഫോണും എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ചരട് കയ്യിൽ കെട്ടിയതിനു ശേഷം മാത്രമേ അതിന് ശ്രമിക്കാവൂ. അല്ലാത്ത പക്ഷം ആ സർപ്പത്തിന്റെ ദംശനം ഉണ്ടാകും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ശരി തിരുമേനി എന്ന് പറഞ്ഞ് ഗംഗ തിരുമേനിക്ക് നന്ദി അറിയിച്ച് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തിരുമേനി ചോദിച്ചു, അല്ല ഗംഗെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഡയറി ഗംഗ വായിച്ചു തീർത്തോ? ഗൗരി എഴുതിയ ഡയറി മുഴുവൻ വായിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോ തിരുമേനിയോട് ഗംഗ പറഞ്ഞു, ഇല്ല, ഞാനത് മുഴുവൻ വായിച്ചില്ല തിരുമേനി, കുറച്ച് മാത്രമേ ഞാൻ വായിച്ചുള്ളൂ. മുഴുവനും വായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ആദ്യ ഭാഗങ്ങൾ വായിച്ചപ്പോ എനിക്കങ്ങനെ സംശയമൊന്നും തോന്നിയില്ല. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എന്തായാലും ഈ ഡയറിയിൽ അല്ലെങ്കിൽ ആ മൊബൈൽ ഫോണിൽ ഗൗരിയുടെ മരണത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കുമെന്ന് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ടാകും. അല്ല, ഈ ഹൈമവതിയും ശ്രേയയും ഈ മൊബൈൽ ഫോണും ഡയറിയും എടുക്കാനായി എന്തിനായിരിക്കും വന്നത്? അവർക്ക് ഇതിന് പിന്നിൽ എന്തെങ്കിലും ദുർദ്ദേശം ഉണ്ടാകുമോ? അവർക്ക് ഈ ഗൗരിയുടെ മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടാവോ? അത് അറിയണമെന്നുണ്ടെങ്കിൽ ഗൗരിയോട് തന്നെ ചോദിക്കണം എന്ന് തിരുമേനി പറഞ്ഞത് കേട്ട് ഗംഗ പറഞ്ഞു, ഇല്ല തിരുമേനി, ഗൗരീശിക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഗൗരീശിക്ക് അറിയില്ല ഗൗരിയുടെ മരണത്തിന് കാരണക്കാരായവർ ആരാണെന്ന്. അത് കണ്ടെത്തി കൊടുക്കണമെന്നാണ് ഗൗരീശി എന്നോടും ആവശ്യപ്പെട്ടത്. അത് മാത്രമല്ല, എത്രയും വേഗം അതിന്റെ കാരണക്കാരെ എനിക്ക് കണ്ടെത്തണം തിരുമേനി. അത് മറ്റൊന്നും കൊണ്ടല്ല, മഹിയേട്ടന്റെ മേൽ വന്നു ചേർന്നിരിക്കുന്ന ഈ കളങ്കം അത് ഇല്ലാതാക്കണം. മഹിയേട്ടൻ ഒരിക്കലും ഗൗരിയേച്ചിയെ ഇല്ലാതാക്കാൻ കഴിയില്ല. അത്രത്തോളം ജീവന തുല്യം മഹിയേട്ടൻ ഗൗരിയേച്ചിയെ സ്നേഹിച്ചിരുന്നു. ഗൗരിയേച്ചിയുടെ അമ്മയും ഏട്ടനും മഹിയേട്ടനെ തെറ്റിദ്ധരിച്ച് വെറുതെ ആ പാവത്തിനെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മേലുള്ള ആ കളങ്കം എനിക്ക് തുടച്ചു നീക്കിയേ പറ്റൂ എന്ന് ഗംഗ തിരുമേനിയോട് അറിയിച്ചു. തിരുമേനി പറഞ്ഞു, ഇടയ്ക്ക് ഇവിടെ വന്ന് ആ ഡയറിയിലും മൊബൈൽ ഫോണിലും എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് കൃത്യമായി ഗംഗ കണ്ടെത്തണം. സമയം കിട്ടും പോലെ ഇവിടെ വന്ന് അത് നോക്കണം. എന്നാൽ അതിൽ നിന്ന് എന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ നമുക്ക് കഴിയും. എനിക്ക് ഉറപ്പുണ്ട് അതിനകത്തുണ്ടാകും ആ തെളിവ്. എന്തായാലും സർപ്പക്കാവിൽ വന്ന് ഇത് എടുത്തുകൊണ്ട് പോകാൻ ആരും ഒരിക്കലും തുനിയില്ല. അതിനാർക്കും കഴിയുകയുമില്ല എന്ന് അദ്ദേഹം ഗംഗയോട് പറയുന്നു. ഗംഗ അതെല്ലാം കേട്ട് ശരി തിരുമേനി എന്ന് പറഞ്ഞ് ഗംഗയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു സഹായം തിരുമേനി ചെയ്തതിന്റെ സന്തോഷത്തിൽ ഗംഗയും തിരുമേനിയും അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോഴാണ് കൈലാസത്തിൽ ഗംഗയ്ക്കെതിരെ മറ്റൊരു ഗൂഢാലോചന നടക്കുന്നത്. ഗൗരിയുടെ ഡയറിയും മൊബൈൽ ഫോണും ഗംഗയുടെ കയ്യിൽ ഉണ്ടെന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു. അത് മാത്രമല്ല, അതിൽ എന്തെങ്കിലും ഗൗരി എഴുതി ചേർത്തിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല. അത് മാത്രമല്ല, അന്ന് ഇവിടെ നിന്ന് ഗൗരിയുടെ അമ്മ ഗൗതമി വന്ന് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ അതിൽ ഗൗരിയുടെ മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനയുണ്ടെന്ന് അവർക്കും അറിയില്ല. എന്നോട് ഗൗതമി പറഞ്ഞപ്പോഴാണ് ഡയറി ഗൗരി എഴുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരം പോലും അറിയുന്നത്. അല്ല, ഇക്കാര്യം എങ്ങനെയാ ഗംഗയ്ക്ക് അറിയാവുന്നത് എന്ന് ദേവയാനി സംശയത്തോടെ ശ്രീയോട് ചോദിച്ചപ്പോ ശ്രേയ പറഞ്ഞു, ചിലപ്പോ അതിനിപ്പോ മഹിയേട്ടൻ തന്നെ പറഞ്ഞതായിരിക്കും ഗൗരിയേച്ചിയുടെ ഡയറിയെ കുറിച്ചൊക്കെ എന്ന്
മഹി അങ്ങനെ എന്തെങ്കിലും സൂചന കൊടുത്തിട്ടുണ്ടാവുമെന്ന് ശ്രേയ അറിയിച്ചു. അപ്പോഴേക്കും രാഹുൽ അരികിലേക്ക് എത്തി പറഞ്ഞു, അമ്മേ, ആ ഡയറിയിൽ എന്തെങ്കിലും നമുക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും കാരണം ഉണ്ടാകുമോ? നമ്മളെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും രഹസ്യം അതിൽ എഴുതി ചേർത്തിട്ടുണ്ടാകുമോ എന്ന് ചോദിച്ചതും ദേവയാനി പറഞ്ഞു, എനിക്കറിയില്ല മോനെ, അതിൽ എന്താണ് ഗൗരി എഴുതിയിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ എന്ന ദേവയാനിയുടെ വാക്കുകൾ കേട്ട് ശ്രേയ പറഞ്ഞു, അതിന് ഇനി ഒറ്റയൊരു പോംവഴി മാത്രമേ ഉള്ളൂ. ഗംഗ ഒരു കാരണവശാലും ആ ഡയറിയുമായി പുറത്തെത്തരുത്. ആ ഡയറി ഗംഗ മറ്റൊരു കാരണവശാലും പോലീസിന്റെ കൈകളിൽ ഏൽപ്പിക്കരുത്. അതിനെ എങ്ങനെയും തടയണം. അത് മാത്രമേ സാധിക്കൂ. അതുമല്ല, ഇനി ആ ഡയറിയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗൗതമിയും ഗോകുലും അതിനെക്കുറിച്ച് അറിയുമായിരുന്നല്ലോ എന്ന് പറഞ്ഞിടും. ശ്രേയ പറഞ്ഞു, അവരതിനൊന്നും വായിച്ചു നോക്കിയിട്ടില്ല, അത് തീർച്ചയാണ്. അപ്പോഴേക്കും ഹൈമവതി പറഞ്ഞു, ഇനി ചിലപ്പോ ആ ഡയറി ഗൗതമിയും മറ്റു ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ ആദ്യ ഭാഗങ്ങൾ വായിച്ചപ്പോൾ സ്വന്തം മകൾ എഴുതി ചേർത്ത വരികളല്ലേ, അത് കണ്ടപ്പോ അമ്മയ്ക്ക് വേദനിച്ചു കാണും. അതുകൊണ്ട് കൂടുതൽ വായിക്കാൻ അവർ തയ്യാറായിട്ടുണ്ടാവുകയില്ല എന്ന് ഗൗതമിയെ കുറിച്ച് വിഷമത്തോടെ ഹൈമവതി അറിയിച്ചു. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഡയറി പോലീസിന്റെ പക്കൽ ഗംഗ സബ്മിറ്റ് ചെയ്യരുത്. അങ്ങനെ ഗംഗ അതൊരു തെളിവായി പോലീസിന് മുന്നിൽ ഏൽപ്പിച്ചാൽ പിന്നെ നമ്മൾ കുടുങ്ങും, അത് തീർച്ച. അപ്പോഴാണ് രാഹുലിനെ നോക്കിയിട്ട് ഹൈമവതി പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നാത്തൂന് തന്നെയായിരിക്കും ദോഷമായി ഭവിക്കുക. അപ്പോഴേക്കും ദേവയാനിയും രാഹുലും പരസ്പരം നോക്കി. ശ്രേയ പറഞ്ഞു, അതിനെ എങ്ങനെയും തടഞ്ഞേ പറ്റൂ ആന്റി, അതിനെന്താ പോംവഴി എന്ന് ചോദിച്ചതും, അതെന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, അതിനുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ നോക്കിക്കോ എന്ന് ദേവയാനി പറഞ്ഞപ്പോ രാഹുൽ പറഞ്ഞു, അതിനൊരു വഴി മാത്രമേ ഉള്ളൂ. ഗംഗ പിന്നെ ഇനി ജീവനോടെ ഉണ്ടാകരുത്. ഗംഗ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ ആ ഡയറിയിലുള്ള കാര്യങ്ങളും മൊബൈൽ ഫോണിലുള്ള കാര്യങ്ങളും പുറംലോകം അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗംഗ ഇക്കാര്യം പുറംലോകത്തെ അറിയിക്കാൻ ഇടയാക്കരുത്. അതിന് ഗംഗയെ ഇല്ലാതാക്കണം. അതിനുള്ള പോംവഴിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്ന് രാഹുൽ അറിയിച്ചു. ദേവയാനിയും അത് ശരിവെച്ചുകൊണ്ട് നിന്നപ്പോ ശ്രേയ പറഞ്ഞു, അതിനുള്ള വഴി എനിക്കറിയാം. നല്ല കൃത്യമായ പദ്ധതി ഞാൻ പ്ലാൻ ചെയ്തു തരാം. ഇന്നൊരു ദിവസം നിങ്ങൾ എനിക്ക് വിട്ടതാ, ഞാൻ ഇന്ന് തന്നെ അതിനുള്ള പദ്ധതി നടപ്പിലാക്കാം. പക്ഷെ ആ പ്ലാനിങ് ഒക്കെ ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൽ എന്നെ രാഹുലും സഹായിക്കണം എന്നറിയിച്ചു. രാഹുൽ അതിനെന്താ, ഞാൻ സഹായിക്കാം. എന്ത് പ്ലാൻ ആണെന്ന് ശ്രേയ വേഗം കണ്ടെത്തിയാൽ മതി എന്ന് പറഞ്ഞത് ദേവയാനിയോട് രാഹുൽ അറിയിച്ചു. അതെ, എന്തായാലും നമുക്ക് ഒറ്റക്കെട്ടായി ഇതിനെ നേരിട്ടേ തീരൂ എന്ന് പറഞ്ഞപ്പോ ദേവയാനി പറഞ്ഞു, എന്തിനും ഞാൻ കൂടെ ഉണ്ടാകും. എത്രയും വേഗം ഗംഗയുടെ ശല്യം ഒഴിവാക്കണം, അത് മാത്രമാണ് ലക്ഷ്യം എന്ന് അവർ 4 പേരും ചേർന്ന് അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തി. പിറ്റേന്ന് രാവിലെ ഫ്രീക്കിയെ ചേർത്ത് പിടിച്ച് ഫ്രീക്കിക്ക് ഫുഡ് കൊടുക്കാനായുള്ള ശ്രമം നടത്തുന്നു മാളൂട്ടി. ഫ്രീക്കിക്ക് ഫുഡ് എടുത്തു വെച്ചിട്ട് വന്ന് കഴിക്ക് ഫ്രീക്കി എന്ന് പറഞ്ഞ് ഫ്രീക്കിയെ അരികിലേക്ക് കൊണ്ടുവന്ന് ഫുഡിന് അരികിലെത്തി ആ പാത്രത്തിലേക്ക് ഫ്രീക്കിയുടെ തല വെച്ച് കൊടുത്തിട്ടും ഫ്രീക്കി അത് കഴിക്കാൻ കൂട്ടാക്കാതെ അവിടുന്ന് ഓടി മാറുന്നത് കാണുന്നു. ഇത് കണ്ടതോടെ അവിടേക്ക് മഹി എത്തി മാളുവിനോട് ചോദിച്ചു, അല്ല മോളെ, നമുക്ക് സ്കൂളിൽ പോകണ്ടേ, ഫ്രീക്കിയും കളിപ്പിച്ചിരുന്നാ മതിയോ എന്ന് ചോദിച്ചപ്പോ മാളു പറഞ്ഞു, ഇല്ല അച്ഛാ, ഞാൻ ഇച്ചിരി നേരം കൂടി ഫ്രീക്കിയുടെ കൂടെ കളിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഫ്രീക്കിക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു ഞാൻ എന്ന് മാളു പറഞ്ഞു. അപ്പോഴേക്കും മഹി പറഞ്ഞു, മോള് ചെന്ന് ബാഗൊക്കെ എടുത്തിട്ട് വാ, ഫ്രീക്കിയൊക്കെ ഫുഡ് കഴിച്ചോളും, അത് ഗംഗ നോക്കിക്കോളും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഗംഗ ബാഗുമായി അവിടേക്ക് എത്തിയത്. ഉടനെ ഗംഗയോട് മഹി പറഞ്ഞു, ആ ബാഗൊക്കെ റെഡിയാക്കിയോ? അപ്പോഴേക്കും മാളുവിനോട് മഹി പറഞ്ഞു, അതെ, ഫ്രീക്കെ കൊഞ്ചിച്ചിങ്ങനെ ഇരുന്നാ പോരാ, സ്കൂളിൽ പോയി പഠിക്കണം, എന്നാലേ നല്ല മാർക്ക് കിട്ടൂ, ഫസ്റ്റ് റാങ്ക് കൂടെ വിജയിച്ചു വരാൻ കഴിയൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ക്ലാസ്സിൽ ഫസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ പഠിക്കുകയും ചെയ്യണം എന്ന് മാളുവിനോട് പറയുമ്പോ ഗംഗ അത് കേട്ടുകൊണ്ട് ബാഗുമായി അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു, എന്റെ മോള് ക്ലാസ്സിൽ ഫസ്റ്റ് തന്നെയാ, നന്നായിട്ട് പഠിക്കുകയും ചെയ്യും അല്ലേ മാളു എന്ന് ചോദിച്ചപ്പോ മഹിയെ നോക്കി മാളു പറഞ്ഞു, കണ്ടില്ലേ എന്റെ ഗംഗ എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു. മാളു ഈ സമയത്ത് ശ്രീക്കിക്ക് ഒരു മാല കൂടി കഴുത്തിലിട്ട് കൊടുത്തു. അപ്പോഴാണ് മാളുവിനോട് ഗംഗ ചോദിച്ചത്, അല്ല നമുക്ക് സ്കൂളിൽ പോകണ്ടേ മോളെ എന്ന് ചോദിച്ചപ്പം ശ്രീക്ക് ഫുഡ് കഴിച്ചില്ലല്ലോ ഗംഗ എന്ന് പറഞ്ഞു. ശ്രീക്കിക്ക് കൃത്യസമയത്ത് ഗംഗ ഫുഡ് കൊടുത്തേക്കണം കേട്ടോ എന്ന് മാളു പറഞ്ഞത് മഹി പറഞ്ഞു, അതൊക്കെ ഗംഗ നോക്കിക്കോളും മോളെ, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഗംഗയുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിച്ച് മഹി മാളുവിനെ കൊണ്ടുപോകാൻ ഒരുങ്ങി. അപ്പോഴേക്കും മാളു ഫ്രീക്കിയെ കയ്യിലെടുത്തിട്ട് ഗംഗയുടെ കയ്യിലേക്ക് കൊടുത്തു. ഫ്രീക്കിക്ക് കൃത്യസമയത്തൊക്കെ ഫുഡ് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഗംഗ പറഞ്ഞു, അതിനെന്താ, ഞാൻ കൊടുത്തോളാം, കൃത്യസമയത്ത് തന്നെ ഫുഡ് കൊടുത്തോളാം, എന്താ പോരെ എന്ന് ചോദിച്ചു. മതി, ഫ്രീക്കി ഒന്നും കഴിക്കുന്നില്ല അതുകൊണ്ടാ എന്ന് മാളു പറഞ്ഞത് മഹി പറഞ്ഞു, എന്റെ പൊന്നു കുഞ്ഞേ, അതൊക്കെ ഗംഗ നോക്കിക്കോളും, എന്നാ ഗംഗ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് മഹി മോളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോ ഫ്രീക്കിയെ ചേർത്ത് പിടിച്ച് ഗംഗ കൊഞ്ചിച്ചു. ഇതൊന്നും കണ്ട് ഇഷ്ടപ്പെടാതെ അസൂയയോടെ നോക്കുകയാണ് ശ്രേയ. ഉടനെ ഗംഗ ഫ്രീക്കിയെ കയ്യിലെടുത്തിട്ട് ഫ്രീക്കിയോട് പറഞ്ഞു, കേട്ടോ, മാളൂട്ടി പറഞ്ഞിട്ട് പോയത് മിടുക്കി കുട്ടിയായി നന്നായിട്ട് സമയം ഫുഡ് കഴിക്കണമെന്ന് കേട്ടോ എന്ന് ഗംഗ
കൊഞ്ചിച്ചുകൊണ്ട് ഫ്രീക്കിയോട് പറയുന്നത് കേട്ട് ഇഷ്ടപ്പെടാതെ ശ്രേയ റൂമിലേക്ക് പോയി. അവിടെ വന്ന ഹൈമവതിയോട് ശ്രേയ പറഞ്ഞു, അമ്മേ എനിക്ക് തൊട്ടും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. അവളുടെ ആ ഒരു പട്ടിപ്രേമം കണ്ടില്ലേ, അതിനെ കൊഞ്ചിക്കുന്നതും അതിനെ എടുത്തുകൊണ്ട് ലാളിക്കുകയൊക്കെ, അവളുടെ ഒരു ജാടകാട്ടല് അതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല. അവളുടെ ഈ ജാടയൊക്കെ ഞാൻ ഉടനെ അവസാനിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഹൈമവതിയോടും ശ്രേയയോടും ദേവയാനി ചോദിച്ചു, അല്ല എന്താ ഇന്നെന്തോ ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും അത് എല്ലാവരോടും പറയാന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കോമഡി കണ്ടെത്തിയോ ശ്രേയ നീ എന്ന് ദേവയാനി അന്വേഷിച്ചു. ഉടനെ രാഹുലും പറഞ്ഞു, അതെ എന്താ വഴിയെന്ന് വേഗം പറ ശ്രേയ എന്ന് പറഞ്ഞപ്പോ ശ്രേയ പറഞ്ഞു, അതൊക്കെ ഉണ്ടെന്നേ, ഞാൻ വഴിയെ പറയാം എന്ന് പറഞ്ഞപ്പോ രാഹുൽ പറഞ്ഞു, ശ്രേയ ഒരു കാര്യം ഞാൻ പറയാം, ഇതിങ്ങനെ സസ്പെൻസ് ആക്കി വെച്ചുകൊണ്ട് തനിച്ച് ഓരോന്നും ചെയ്യാനായി ശ്രമിച്ചാലുണ്ടല്ലോ, അവസാനം ആ പദ്ധതി എന്തെങ്കിലും അബദ്ധവശാൽ പാളിപ്പോയാൽ പിന്നെ നമുക്ക് നിലനിൽപ്പുണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ എന്താണ് മനസ്സിലുള്ള പ്ലാൻ എന്ന് എല്ലാവരോടും ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്തി അത് കൂടുതൽ ഫലവത്തായ രീതിയിൽ നമുക്ക് ആ പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ശ്രേയ പറഞ്ഞു, അതെ ഞാൻ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല, ഞാനൊന്ന് സസ്പെൻസും വെച്ചതല്ല, ഗംഗയെ ഇവിടെ നിന്ന് ഞാൻ പുറത്തിറക്കി തരാം. വേഗം രാഹുൽ അവളെ ഇവിടുന്ന് ആ കടൽ തീരത്തിലേക്ക് ആ ബീച്ചിലേക്ക് കൊണ്ടുപോകണം. അത് കേട്ട ഉടനെ ഹൈമവതി ചോദിച്ചു, ബീച്ചിലേക്കോ, അതെന്തിനാ എന്ന് ചോദിച്ചപ്പോ ശ്രേയ പറഞ്ഞു, എന്റെ അമ്മയെ ബീച്ചിലെ കടൽ കാണിക്കാൻ എന്ന് ശ്രേയ പറഞ്ഞു. ഹൈമവതി അപ്പോഴിങ്ങനെ ഇടയ്ക്ക് കയറി ചോദിക്കുന്നത് കേട്ട് ദേവയാനി പറഞ്ഞു, എന്റെ നാത്തൂനെ ശ്രേയ പറയട്ടെ, നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞു. ശ്രേയ നീ ബാക്കി പറ എന്ന് ഹൈമവതി പറഞ്ഞതും ശ്രേയ പറഞ്ഞു, ദേവയാനി പറഞ്ഞതും ശ്രേയ പറഞ്ഞു, അതെ ആന്റി, ഞാൻ പറഞ്ഞത് അവളെ ആ കടൽക്കരയിലേക്ക് രാഹുൽ കൊണ്ടുവരണം, എന്നിട്ട് രാത്രിയാകുമ്പോ ആ കടൽ തീരത്തേക്ക് എവിടേക്കെങ്കിലും അവളെ കൊന്ന് തള്ളണം, അതാണ് വേണ്ടത്, അതിനുള്ള വഴിയാ നോക്കേണ്ടത്, അക്കാര്യം ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞു. അതിന് എന്തെങ്കിലും പോംവഴിയുണ്ടോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അവളെ ഇവിടെ നിന്ന് പുറത്തിറക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നും ശ്രേയ പറഞ്ഞു. അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു, എന്റെ കസ്റ്റഡിയിൽ അവളുടെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് പണച്ചിലവുള്ള കാര്യമാണ് അമ്മേ എന്ന് രാഹുൽ പറഞ്ഞതോ. പണം എത്ര വേണമെങ്കിലും ഞാൻ മുടക്കാൻ തയ്യാറാണ്, പക്ഷേ ഗംഗയുടെ ശല്യം ഇല്ലാതാക്കിയേ തീരൂ, അതാണ് വേണ്ടത് എന്ന് ദേവയാനി രാഹുലിനോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏറ്റു ശ്രേയെ, നീ ഒരു കാര്യം കൃത്യമായി ചെയ്തിരിക്കണം, അവളെ ഇവിടെ നിന്ന് പുറത്തിറക്കിയതിനു ശേഷം നീ എന്നെ വിളിച്ച് വിവരം അറിയിക്കണം, ഞാനപ്പോ ബാക്കി കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കിക്കോളാം എന്ന് രാഹുൽ അറിയിച്ചു. ഹൈമവതി പറഞ്ഞു, അതെ ഒരു പാളിച്ചയും സംഭവിക്കരുത്, കൃത്യമായി തന്നെ വേണം എല്ലാം ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞതും ശരി ഞാൻ എല്ലാം നോക്കി ചെയ്തോളാം എന്ന് പറഞ്ഞ് രാഹുൽ പോകാൻ തുടങ്ങുമ്പോ ദേവയാനി രാഹുലിനെ വിളിച്ചു നിർത്തുന്നു. രാഹുൽ പോകാൻ വരട്ടെ, നീ ഗംഗയെ ആപത്തിൽപ്പെടുത്താൻ പോകുന്നു എന്നറിയുമ്പോ ഗൗരിയുടെ ആത്മാവ് അവൾക്ക് സഹായത്തിനായി എത്തും, അവൾ നിന്നെ ഉപദ്രവിച്ചേക്കും, അതുകൊണ്ട് നീ ഇവിടെ നിൽക്ക, നിനക്ക് ഒരു രക്ഷ ഞാൻ തരാം എന്ന് പറഞ്ഞ് ദേവയാനി അകത്തേക്ക് പോയി. അപ്പോഴേക്കും ശ്രേയ പറഞ്ഞു, ആന്റി പറഞ്ഞ ശരി തന്നെയാണ്, ഗംഗയെ ഏതെങ്കിലും രീതിയിൽ നീ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് അറിഞ്ഞാൽ ഗൗരിയുടെ ആത്മാവ് വെറുതെ ഇരിക്കില്ല, അത് സത്യമാണ്, അതുകൊണ്ട് അവൾ ഇപ്പോൾ സ്വതന്ത്രയായി നടക്കുന്നത് കൊണ്ട് അവള് തീർച്ചയായിട്ടും രാഹുലിനെ അപായപ്പെടുത്താൻ ശ്രമിക്കും. അപ്പോഴേക്കും ഹൈമവതി പറഞ്ഞു, ഇനി അക്കാര്യം ഏത് വിധേനയെങ്കിലും ഗംഗ അവളോട് പറഞ്ഞാൽ മതിയല്ലോ, ഗൗരിയോട് പറഞ്ഞാൽ പോരെ, അത് മതിയല്ലോ നിന്റെ ജീവൻ ആപത്തുണ്ടാക്കാൻ എന്ന് ഹൈമവതി പറഞ്ഞപ്പോ ശ്രേയ പറഞ്ഞു, അങ്ങനെ അവൾക്ക് കാണാനോ സംസാരിക്കാനൊന്നും പറ്റില്ല എന്റെ അമ്മേ, ആ പ്രേതാത്മാവിനെ ആർക്കാ കാണാൻ കഴിയുന്നതും സംസാരിക്കാൻ സാധിക്കുന്നതും, എന്റെ അമ്മ വെറുതെ ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ എന്ന് പറഞ്ഞ് ശ്രേയ ഹൈമവതിയോട് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോ ദേവയാനി രാഹുലിനുള്ള രക്ഷയുമായിട്ട് അവിടേക്ക് എത്തി. അത് കൊണ്ടുവന്ന് ദേവയാനി രാഹുലിന്റെ കയ്യിലേക്ക് കൊടുത്തു. അതെ ദാ ഇത് നിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവണം, ഗംഗയെ നീ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുമ്പോ ഗംഗയെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു കാരണവശാലും ഇത് നിന്റെ കയ്യിൽ നിന്ന് പോകരുത്, ഇതെപ്പോഴും നിന്റെ കയ്യിൽ തന്നെ കരുതിയിരിക്കണം എന്ന് ആ ചരട് രാഹുലിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ദേവയാനി അറിയിച്ചു. ഇത് നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഗൗരിക്ക് നിന്നെ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നാ ശരി രാഹുൽ പൊയ്ക്കോ, ഞാൻ വിളിച്ചേക്കാം എന്ന് ശ്രേയ പറഞ്ഞതും രാഹുൽ എന്നാ ശരിയമ്മേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേവയാനിയുടെ യാത്ര പറഞ്ഞു പോകുന്നു. ഇന്നത്തോടെ ഗംഗയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് അവർ അങ്ങനെ ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോ ഗംഗ കൃത്യമായി തന്നെ കിച്ചണിൽ ജോലി ചെയ്യുകയാണോ എന്ന് ശ്രേയ വന്ന് വീക്ഷിച്ചു. ഗംഗ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടതോടെ ശ്രേയ ഉടനെ തന്നെ റൂമിലേക്ക് എത്തി. അവിടെ ഓടിച്ചാടി നടക്കുന്ന ശ്രീക്കിയെ പതുക്കെ ശ്രേയ കയ്യിലേക്ക് എടുത്തു. ശ്രീക്കിയെ മടിയിൽ വെച്ച് അങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്റെ കയ്യിൽ താൻ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ആ മുട്ടുസൂചി കൃത്യമായി കയ്യിലേക്ക് എടുത്തു. എന്നിട്ട് ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ എന്ന് മൊത്തത്തിലൊക്കെ ഒന്ന് നോക്കി. അതിനുശേഷം ആ മുട്ടുസൂചി പാവം ഫ്രീക്കിയുടെ കാലിലേക്ക് കുത്തിക്കയറ്റുന്നു. ഫ്രീക്കി കാലിൽ ആ ഒരു മുട്ടുസൂചി ദേഹത്ത് കൊണ്ടുകയറിയതിന്റെ വേദനയിൽ ഫ്രീക്കി കരയാനായി തുടങ്ങി. ഫ്രീക്കിയുടെ ദേഹത്തേക്ക് ആ മുട്ടുസൂചി കുത്തിക്കയറ്റിയ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ് ശ്രേയ.
ശ്രേയ ഉടനെ തന്നെ ഫ്രീക്കിയുടെ ദേഹത്തേക്ക് അത് കുത്തി കയറ്റിയിട്ട് വേഗം തന്നെ ആ ബെഡിലേക്ക് ഫ്രീക്കിയെ ഇട്ടിട്ട് ശ്രേയ അവിടെ നിന്നോടുന്നു. ഫ്രീക്കി അവിടെ നിന്ന് വല്ലാതെ ബഹളം വെച്ചു. വല്ലാതെ വേദന കാരണം ഫ്രീക്കി കരയാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട ഉടനെ ഗംഗയ്ക്കാകെ സംശയമായി. എന്തായിരിക്കും ഫ്രീക്കി കരയുന്നതെന്നറിയാനായി ഗംഗ വേഗം തന്നെ അവിടേക്ക് എത്തി. ഫ്രീക്കി നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫ്രീക്കിയെ വേഗം കയ്യിലേക്ക് എടുത്ത് ഗംഗ ഫ്രീക്കിയോട് ചോദിച്ചു, എന്ത് പറ്റി ഫ്രീക്കി? എന്താ നീ ഇങ്ങനെ കരയുന്നത്? നിനക്ക് വല്ല വയറിന് വല്ല വേദനയുണ്ടോ? എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? കാലിന് കൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഗംഗ നോക്കി. അയ്യോ എന്താ പറ്റിയത് എന്നൊക്കെ കയ്യിലെടുത്ത് ഫ്രീക്കിയെ കൊഞ്ചിച്ചുകൊണ്ട് ഗംഗ നോക്കി. അപ്പോഴേക്കും ഫ്രീക്കിയുടെ കരച്ചിൽ കേട്ട് അവിടേക്ക് ശ്രേയയും ദേവയാനിയും ഹൈമവതിയും എത്തി. എന്താ ഇവിടെ പ്രശ്നം? ഇതെന്തെങ്ങനെ കരയുന്നത് എന്ന ദേവയാനി ചോദിച്ചു. ഗംഗ പറഞ്ഞു, അതെ ഫ്രീക്കിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല, കുറച്ചു നേരമായിട്ട് കരച്ചിലാണ്. അപ്പോഴാണ് ഹൈമവതി പറഞ്ഞത്, ഓ വല്ല വഴിയിലും കിടന്ന സാധനത്തിനെയൊക്കെ എന്തിനാ എടുത്തോണ്ട് വന്നത്? ഇതിന് വല്ല പേയും കാണും, ഇതിന് ഇഞ്ചക്ഷൻ ഒന്നും എടുത്തിട്ടില്ലല്ലോ. അതെ വേഗം കൊണ്ടേ ആ ഹോസ്പിറ്റലിൽ കൊണ്ടേ വല്ല ഇഞ്ചക്ഷൻ എടുക്കാൻ നോക്ക്. അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു, അതെ അതെ ഗംഗേ, ഞാൻ വേറൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കുട്ടികളുടെ പല നിർബന്ധങ്ങൾക്കും നമ്മൾ കൂട്ടുനിന്നാൽ അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കും. കുട്ടികൾ പല കാര്യത്തിലും നിർബന്ധം പിടിക്കും, പക്ഷെ അതിനൊന്നും നമ്മൾ ഒപ്പം നിന്ന് അവരുടെ കൂടെ കൂടാൻ നിൽക്കരുത്. കൃത്യമായി അവരുടെ നിർബന്ധം മനസ്സിലാക്കി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാ വേണ്ടത് എന്ന് ഗംഗയോട് ദേവയാനി അറിയിച്ചു. ഗംഗ പറഞ്ഞു, അല്ല പേയുടെ പ്രശ്നമൊന്നുമില്ല, കാരണം ഇഞ്ചക്ഷനൊക്കെ വാക്സിനൊക്കെ എടുത്തിട്ടാ വന്നത്, അതുകൊണ്ടാണ് മാളുവിന്റെ കൂടെ കളിക്കാനും വിട്ടത് എന്ന് പറഞ്ഞു. ഉടനെ ശ്രേയയും ദേവയാനിയും ഹൈമതിയും പരസ്പരം നോക്കി. അപ്പോഴും സ്ത്രീയുടെ കരച്ചിൽ നിൽക്കാറായതോടെ ദേവയാനി പറഞ്ഞു, എന്തായാലും ശരി, വേഗം ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിക്ക്. ഇങ്ങനെ കരച്ചിൽ വെച്ചോണ്ടിരിക്കണ്ട, എപ്പോഴും കരച്ചിലല്ലേ, പാവം മാളും ഇതിന്റെ കൂടെയൊക്കെ കളിച്ചതല്ലേ എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ആന്റി, എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ, ഞാനേ മഹിയേട്ടനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ഹൈമോദി ചോദിച്ചു, അതിനെന്തിനാ മഹിയെ വിളിക്കുന്നത്? മഹി ഓഫീസിൽ പോയിരിക്കുകയല്ലേ, നിനക്കൊരു ഓട്ടോ പിടിച്ച് പോയാ പോരെ എന്ന് ചോദിച്ചു. ഗംഗ പറഞ്ഞു, അതെ ഞാൻ മഹിയേട്ടനെ വിളിച്ചു വരുത്താനല്ല, ഞാൻ ഓട്ടോയ്ക്ക് പോകാനാണ്. പക്ഷെ മഹിയേട്ടനെ വിവരം ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഞാനേ ഇപ്പൊ തന്നെ മഹിയേട്ടനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഗംഗ ഫ്രീക്കിയും കയ്യിലെടുത്ത് വേഗം റൂമിലേക്ക് വന്നു. റൂമിൽ വന്ന് നോക്കിയപ്പോ തന്റെ മൊബൈൽ ഫോൺ അവിടെ ഇല്ലെന്ന് ഗംഗയ്ക്ക് മനസ്സിലായി. ഗംഗ അപ്പോഴും ഓർത്തു, അയ്യോ ഫോൺ ഞാൻ താഴെ വെച്ചിരിക്കുകയാണല്ലോ എന്നാലോചിച്ച് വേഗം ഫ്രീക്കിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ആ ബാസ്ക്കറ്റിനകത്ത് ഫ്രീക്കിയെ കയറ്റിയിരുത്തി. ഫ്രീക്കി ഇവിടെ ഇരുന്നു കേട്ടോ, ഞാൻ ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ് ഗംഗ വേഗം ഫ്രീക്കിയെ ബാസ്ക്കറ്റിൽ ഇരുത്തിയിട്ട് മൊബൈൽ ഫോൺ എടുക്കാനായി താഴേക്ക് ഓടുന്നു. ഗംഗ താഴേക്ക് പോകുന്നത് കണ്ട് ഹൈമവതി ദേവേനോട് ചോദിച്ചു, അല്ല ഇവളെന്തിനാ ഇപ്പൊ ഈ താഴേക്ക് പോകുന്നത് എന്ന് ചോദിച്ചു. നാത്തോനെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവർ 3 പേരും കൂടി ഗംഗ എങ്ങോട്ട് പോയതാണെന്ന് നോക്കാനായി അവർ താഴേക്ക് പോകുമ്പോ ഫ്രീക്കി പാവം ആ ബാസ്ക്കറ്റിനുള്ളിൽ തന്നെ ഇരിക്കുന്നു.